Good morning everyone. Welcome back to our channel Zujaj Chem. Today we are going to discuss about galvanic cell. നിങ്ങൾക്കറിയാമല്ലോ ഗാൽവനിക് സെല്ലിൽ രണ്ട് ഇലക്ട്രോഡുകളുണ്ട്. ഒന്ന് ആനോഡും രണ്ട് കാത്തോഡും. ഇതിൻ്റെ ചാർജ് ഓർക്കാനുള്ള ഒരു കോഡാണ് ആദ്യം പറയുന്നത്. ജിറാഫിന് ആനയോട് നെഗറ്റീവും കാറ്റിനോട് പോസിറ്റീവുമാണ്. G means galvanic, An means anode, Ne means negative, Cat means cathode, Po means positive. I repeat, ജിറാഫിന് ആനയോട് നെഗറ്റീവും കാറ്റിനോട് പോസിറ്റീവുമാണ്. ഇവിടെ രണ്ട് തരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നു. ഒന്ന് ഓക്സിഡേഷൻ ഓക്സീകരണം, രണ്ട് റിഡക്ഷൻ നിരോക്സീകരണം. രണ്ടാമത്തെ കോഡ് ആൻ ഓക്സ് റെഡ് കാറ്റ്. ആനോഡിൽ ഓക്സിഡേഷനും കാത്തോഡിൽ റിഡക്ഷനും നടക്കുന്നു. ഈ ചാപ്റ്റർ 3 രണ്ട് സെക്ഷനായിട്ടാണുള്ളത്. ഒന്ന് റിയാക്ടിവിറ്റി സീരീസും മറ്റൊന്ന് ഇലക്ട്രോ കെമിസ്ട്രിയുമാണ്. അപ്പോൾ ഇതിലുള്ള രണ്ടാമത്തെ ഭാഗമായിട്ടുള്ള ഇലക്ട്രോ കെമിസ്ട്രിയെക്കുറിച്ചാണ് നമ്മൾ ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് എന്താണ് ഇലക്ട്രോ കെമിസ്ട്രി എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും വൈദ്യുത രസതന്ത്രം എന്താണ് എന്നുള്ള പേരിൽ തന്നെ ഉണ്ട്. വൈദ്യുതി അല്ലേ, ഇലക്ട്രിസിറ്റി ഉണ്ട്. അതുപോലെ രസതന്ത്രം എന്താണ്? രസതന്ത്രം കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റിയാക്ഷൻസിനെ കുറിച്ച്, അതായത് രാസപ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെയുള്ള പഠനമാണ് ആണല്ലോ. അപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ദാറ്റ് കോസ് ഇലക്ട്രോൺസ് ടു മൂവ്. അങ്ങനെ ഇലക്ട്രോണുകൾ മൂവ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ കാര്യമായിട്ട് ഇലക്ട്രോ കെമിസ്ട്രിയിൽ പഠിക്കുന്നത്. അപ്പോൾ അതിൽ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി, രസതന്ത്രം എന്ന് പറഞ്ഞാൽ കെമിക്കൽ റിയാക്ഷൻ, അതായത് രാസപ്രവർത്തനം. അപ്പോൾ നമ്മൾ ഇത് രണ്ടും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ചില സന്ദർഭങ്ങളിൽ നമ്മൾ എനർജി എന്താവും? ഊർജ്ജം, ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് മാറും? കെമിക്കൽ എനർജി ആയിട്ട് മാറും. ഇപ്പോൾ ബാറ്ററിയിലൊക്കെ ഉള്ളത് നമുക്കറിയാം, നമ്മൾ ഇലക്ട്രിക്കൽ എനർജി കൊടുത്തു കഴിഞ്ഞാൽ എന്താവും? അത് ഇപ്പോൾ ജലമൊക്കെ ആണെങ്കിൽ അതിന് അതിൽ നമുക്ക് ഹൈഡ്രജനും ഓക്സിജനെയും ഒക്കെ വേർതിരിച്ചെടുക്കാൻ പറ്റും അല്ലേ. ബാറ്ററിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്ത് എനർജിയാണ്? കെമിക്കൽ എനർജിയാണ്, അതായത് രാസോർജ്ജമാണ്. അപ്പോൾ തിരിച്ച് രാസോർജ്ജം എന്തൂർജ്ജമായി മാറ്റാം? വൈദ്യുതോർജ്ജമായിട്ട്. അതായത് കെമിക്കൽ എനർജി നമുക്ക് എന്തുമാക്കി കൺവേർട്ട് ചെയ്യാം? ഇലക്ട്രിക്കൽ എനർജിയായിട്ടും കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രിയിൽ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും രണ്ട് സെല്ലുകളെ കുറിച്ചാണ്. ഓക്കെ, അതായത് ഇലക്ട്രോ കെമിക്കൽ സെൽ, ബാറ്ററി തന്നെയാണ്. അപ്പോൾ വൈദ്യുത രാസ സെൽ എന്ന് പറയും. അതിലുള്ള പ്രധാനപ്പെട്ട ഒന്നാണ് ഗാൽവനിക് സെൽ, അതായത് വോൾട്ടായിക് സെൽ എന്നൊക്കെ പേര് പറയും. മറ്റൊന്നാണ് ഇലക്ട്രോലൈറ്റിക് സെൽ, വൈദ്യുത വിശ്ലേഷണ സെല്ലുകൾ എന്ന് പറയും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗാൽവനിക് സെല്ലിനെ കുറിച്ചാണ്. അപ്പോൾ ഗാൽവനിക് സെല്ല് എങ്ങനെ വരക്കാം, അതിൻ്റെ അറേഞ്ച്മെൻറ്റ് എങ്ങനെയൊക്കെ ചെയ്യാം, അതെങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇലക്ട്രോ കെമിക്കൽ സെല്ലിന് നമ്മൾ ഗാൽവനിക് സെൽ എന്നതിന് പറയാം, വോൾട്ടായിക് സെല്ലെന്നും പറയാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതെന്താണെന്നുള്ളതാണ്. ഇറ്റ് ഈസ് എൻ അറേഞ്ച്മെൻറ്റ്. എന്താണ്? എങ്ങനത്തെ അറേഞ്ച്മെൻ്റ് ആണിത്? അത് കൺവേർട്ട് ചെയ്യും. അതായത് ഗാൽവനിക് സെൽ ഈസ് എൻ അറേഞ്ച്മെൻറ്റ് ഇൻ വിച്ച് കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജിയാണ് ബൈ മീൻസ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ. അപ്പോൾ ഇലക്ട്രിസിറ്റി എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? റിഡോക്സ് റിയാക്ഷൻ, റിഡോക്സ് പ്രവർത്തനം മുഖേനയാണ് ഇവിടെ എന്തായിട്ട് മാറുന്നത്? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഈ അറേഞ്ച്മെൻ്റ് എന്താണ്? അതായത് റിഡോക്സ് പ്രവർത്തനത്തിലൂടെ രാസോർജം വൈദ്യുതോർജ്ജമായി മാറുന്ന ക്രമീകരണമാണ് എന്ത്? ഗാൽവനിക് സെൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം റിഡോക്സ് റിയാക്ഷൻ എന്താണ്? നമ്മളൊരു അഭികാരം ഉണ്ടാവും, ഉൽപ്പന്നം ഉണ്ടാവും ഒരു പ്രവർത്തനത്തിന് അല്ലേ, ഒരു കെമിക്കൽ റിയാക്ഷന്. അതിൽ റിഡോക്സ് റിയാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്താവും? ആറ്റത്തിൻ്റെ മാറും. നമുക്കറിയാം ആദ്യം കോപ്പർ ആണെങ്കിൽ അത് ഇലക്ട്രോൺ നഷ്ടമാണെങ്കിൽ അത് Cu2+ അയോൺ ആയിട്ട് മാറും.
അതുപോലെ സ്വീകരിക്കുകയാണെങ്കിലോ അത് എന്തായിട്ട് മാറും? കോപ്പർ ആറ്റം തന്നെ ആയിട്ട് മാറും. അപ്പോൾ ഇങ്ങനെ ഓക്സിഡേഷൻ നമ്പറാണ് മാറുന്നത്. അപ്പോൾ ഇവിടെ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 2 തരത്തിലുള്ള റിയാക്ഷൻ ഒരുമിച്ച് നടക്കുന്നതാണ്. അത് ഏതൊക്കെയാണ്? ഓക്സിഡേഷനും റിഡോക്സ് എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ അല്ലേ, നിരോക്സീകരണവും ഓക്സിഡേഷൻ ഓക്സീകരണവും സൈമൾട്ടേനിയസ് ആയിട്ട് ഒരുമിച്ച് ഒരേ രീതിയിൽ നടക്കുന്നതിനാണ് നമുക്ക്. അപ്പോൾ ഇവിടെ ഗാൽവനിക് സെല്ല് നിങ്ങൾക്കറിയാം, ഇതിൽ നിന്ന് ഇങ്ങനെ ഇലക്ട്രോൺസ് എന്താവും? ഇവിടുന്ന് ഇങ്ങോട്ട് പോകും. ഓക്കെ, ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഗാൽവനിക് സെല്ലിൻ്റെ ഇതൊന്നും നോക്കാം. ഗാൽവനിക് സെല്ലിനെ എഗെയിൻ നമുക്ക് എന്ത് പറയാം? വോൾട്ടൈക് സെൽ എന്ന് പറയാം. ഇതെന്താണ്? ഇറ്റ് ഈസ് എ ഡിവൈസ് ദാറ്റ് യൂസ് എ കെമിക്കൽ റിയാക്ഷൻ ടു ക്രിയേറ്റ് ഇലക്ട്രിസിറ്റി. ഓക്കെ, കെമിക്കൽ റിയാക്ഷൻ ഞാൻ പറഞ്ഞു. ഏതൊക്കെ റിയാക്ഷനാണ് കെമിക്കൽ റിയാക്ഷൻസ് വരെ? ഓക്സിഡേഷനും റിഡക്ഷനും, അതായത് റിഡോക്സ് റിയാക്ഷനാണ്. അപ്പോൾ ഗാൽവനിക് സെല്ലിന്, വോൾട്ടൈക് സെല്ലിന് ഒരു എക്സാമ്പിൾ നമ്മളെപ്പോഴും പറയും ബാറ്ററിയാണ്. ഓക്കെ, ബാറ്ററിയിൽ കെമിക്കൽ എനർജിയാണുള്ളത്, രാസോർജ്ജമാണ് അതിലുള്ളത് അല്ലേ. അതിൽ കെമിക്കൽ എന്താക്കും? പ്രവർത്തിക്കുമ്പോൾ അതെന്തായിട്ട് മാറും? അത് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ക്ലിയർ? ഇനി എങ്ങനെയാണ് ഒരു വോൾട്ടൈക് സെല്ല് അല്ലെങ്കിൽ ഒരു ഗാൽവനിക് സെല്ല് നിർമ്മിക്കാം എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തത്, ഇവിടെ നമ്മളിപ്പോൾ ഒരു സൊല്യൂഷൻ എടുത്തു. സിങ്ക് സൾഫേറ്റ് ലായനിയും കോപ്പർ സൾഫേറ്റ് ലായനിയുമാണ് 2 ബീക്കറിൽ. ശ്രദ്ധിക്കണേ, ഇവിടെ 2 വ്യത്യസ്തമായിട്ടുള്ള ബീക്കറുകളാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തേക്കുന്നത് സിങ്ക് ദണ്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സിങ്ക് സൾഫേറ്റ് ലായനിയിൽ അപ്പോൾ ഏതാണോ നമ്മൾ എടുക്കുന്ന ഇലക്ട്രോലൈറ്റ്, അതായത് ലായനി, അതേ മെറ്റൽ തന്നെ അതിൽ നമ്മൾ എന്തെടുക്കണം? സിങ്ക് റോഡായിട്ട് എടുത്തു. ഇവിടെ ഇതിൻ്റെ ഒരു സിങ്കിൻ്റെ ഒരു പീസ്. ഇനി ഇതിൽ ബാക്കി എന്താ ഇനി വേണ്ടത്? കോപ്പർ സൾഫേറ്റ്. ഞാൻ പറഞ്ഞു കോപ്പർ സൾഫേറ്റിൽ എന്ത് നോക്കണം? അപ്പോൾ കോപ്പർ ദണ്ട്, അതായത് കോപ്പർ റോഡാണ് നമ്മൾ ഇതാക്കുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും MgSO4 നിക്കൽ അലൂമിനിയം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ MgSO4ൽ നമ്മൾ ഏതെന്നെ ഇലക്ട്രോഡായിട്ട് എടുക്കണം? മഗ്നീഷ്യം തന്നെ ഇലക്ട്രോഡായിട്ട് എടുക്കണം. ഓക്കെ, ഇനി ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ പ്രധാനമായിട്ടും ഇതിന് നമുക്കറിയാം ആനോഡും ഉണ്ട് കാത്തോഡും ഉണ്ട് എന്നറിയാം ഇല്ലേ. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് പറഞ്ഞു, ഇതിൽ സിങ്കിന് ക്രിയാശീല ശ്രേണിയിൽ റിയാക്ടിവിറ്റി സീരീസിൽ ക്രിയാശീലത കൂടിയതാണ്, മുകളിലാണ്. അപ്പോൾ എപ്പോഴും ഇലക്ട്രോൺസ് സിങ്കിൽ നിന്ന് അതിൻ്റെ അടുത്തുള്ള കോപ്പറിലേക്കാണ് പോവുക. കാരണം സിങ്കിന് ഇലക്ട്രോണിന് വലിയ അട്രാക്ഷനൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് എപ്പോഴും ഇലക്ട്രോണിനെ എന്താക്കുക? നഷ്ടമാക്കുകയാണ് ചെയ്യുക. കോപ്പർ റിയാക്ടിവിറ്റി സീരീസിൽ താഴെ ആയതുകൊണ്ട് അതെന്താക്കും? അത് സ്വീകരിക്കുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായി. അപ്പോൾ ഒരു കോപ്പർ വയറാണ് ഇവിടെയുള്ള. കോപ്പർ വയർ എന്താണ്? അതൊരു ചാലകമായിട്ട് കണ്ടക്ടറാണ്. അപ്പോൾ ഇലക്ട്രോൺസ് ആ കണ്ടക്ടർ കൂടെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മാറും. ഇങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ഇനി നമ്മൾ അവിടെ ഒരു ബൾബോ അല്ലെങ്കിൽ ഒരു ഗാൽവനോമീറ്ററോ വോൾട്ട് മീറ്ററോ ഒക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് എന്താക്കാൻ പറ്റും? അവിടെ കറണ്ട് ഉണ്ടായി എന്ന് കാണാൻ പറ്റും. ഇവിടെ ഈ ബൾബ് കത്തുന്ന കാണാം. അതിനുള്ള കാരണം എന്താണ്? മൂവിങ് ഇലക്ട്രോൺസ് മേക്ക് ഇലക്ട്രിസിറ്റി. ഈ ഇലക്ട്രോൺസ് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്ന ഫലമായിട്ട് ഇവിടെ എന്തുണ്ടായി? കറണ്ട് ഉണ്ടായി. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2 ഇലക്ട്രോഡുകളാണ് ഉള്ളതെന്ന് പറഞ്ഞു. ഒന്നിനെ നമുക്ക് പറയാം ആനോഡ് എന്നും മറ്റൊന്നിന് കാത്തോഡും എന്നാണ് പറയാം. ഒന്ന് ആനോഡും മറ്റൊന്ന് കാത്തോഡുമാണ്. അപ്പോൾ ഇവിടെ മറ്റൊന്നുള്ളത് സോൾട്ട് ബ്രിഡ്ജാണ്. അപ്പോൾ സോൾട്ട് ബ്രിഡ്ജ് എന്താണെന്നുള്ളത് ഞാൻ വിശദീകരിക്കാം. സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൊട്ടാസ്യം ക്ലോറൈഡ്, അമോണിയം ക്ലോറൈഡ് ഒക്കെ ചേർന്നിട്ട് അതൊരു ജെല്ലാണ്. അത് രൂപത്തിലൊരു യു ആകൃതിയിലുള്ള ഒരു ഗ്ലാസ് ട്യൂബാണത്. അതാണ് നമ്മൾ സാൾട്ട് ബ്രിഡ്ജ് ആക്കി വെക്കുന്നത്. ആ സാൾട്ട് ബ്രിഡ്ജിൻ്റെ ധർമ്മം എന്താണെന്ന് വെച്ചാൽ ഇതിൽ കൂടെ തുടർച്ചയായി ഒരു വൈദ്യുത പ്രവാഹം നിലനിർത്താനും വേണ്ടിയിട്ടാണ് ഇവിടെ സാൾട്ട് ബ്രിഡ്ജ് വെച്ചിരിക്കുന്നത്. അത് വഴിയെ പറയാം. അപ്പോൾ എന്തൊക്കെയാണ് ആദ്യം ചെയ്യേണ്ടത്? സിങ്ക് സൾഫേറ്റ്, കോപ്പർ സൾഫേറ്റ് എടുത്തു. അതിൽ നമ്മൾ സിങ്കിൻ്റെ റോഡും കോപ്പറിൻ്റെ റോഡും. ഇനി ഇതിൽ ആനോഡ് ഏത് കാത്തോഡ് ഏത്, അതിൻ്റെ ചാർജ് എന്ത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. എപ്പോഴും ഇലക്ട്രോണ് നഷ്ടമാവുക സിങ്കിനാണ് അല്ലേ. അപ്പോൾ ഇലക്ട്രോണിന് നഷ്ടമാവുന്ന പ്രവർത്തനത്തെ പറയുന്ന പേരെന്താണ്? ഓക്സിഡേഷൻ, ഓക്സീകരണം അല്ലേ. അപ്പോൾ ഓക്സീകരണം എപ്പോഴും നടക്കുക ആനോഡിലാണ്. ആനോഡിൽ ഓക്സീകരണം മറക്കരുത്. അതുപോലെ കോപ്പറാണ് അത് സ്വീകരിക്കുന്ന ആൾ. അപ്പോൾ ഗെയിൻ ചെയ്യുന്നത് ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന ആൾ ഗെയിൻ ചെയ്യുന്നത് കോപ്പറാണ്. അതുകൊണ്ട് അത് കാത്തോഡായിരിക്കും.
കാരണം എപ്പോഴും റിഡക്ഷൻ നടക്കുന്നത്, നിരോക്സീകരണം നടക്കുന്നത് എവിടെയായിരിക്കും? കാത്തോഡിലായിരിക്കും. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി ഇവിടെയുള്ള ഓക്സിഡേഷനും റിഡക്ഷൻ്റെയും റിയാക്ഷൻ എങ്ങനെയാണ് നമുക്ക് എഴുതാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് ഒരു ഹാഫ് റിയാക്ഷൻ, പകുതി റിയാക്ഷൻ ഇവിടെയാണ് നടക്കുക, ഒരു ഹാഫ് റിയാക്ഷൻ ഇവിടെയാണ് നടക്കുക. അപ്പം ഹാഫ് റിയാക്ഷൻ ഓക്സിഡേഷനും ഇവിടെ റിഡക്ഷനും നടക്കും, രണ്ടും കൂടി നടക്കുന്നത് കൊണ്ട് അതിനെ റിഡോക്സ് റിയാക്ഷൻ എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ നോക്കുക. ഇവിടെ ZN സിങ്ക് റോഡാണ് നമ്മളിവിടെ നടത്തിയിരിക്കുന്നത്. ഇവിടെ കോപ്പർ റോഡുണ്ട്. നമുക്കറിയാം സിങ്ക് റോഡിൽ ഇവിടെ എന്താണ്? ഇലക്ട്രിക്കലി ന്യൂട്രലാണ്, 0 ആയിരിക്കും. അതായത് തുല്യ എണ്ണം പ്രോട്ടോണും ഉണ്ടാവും, തുല്യ എണ്ണം ഇലക്ട്രോണും ഉണ്ടാവും. അതുപോലെ ഇവിടെ കോപ്പറിനും ഉണ്ടാവും. ഇനി ഇതിൻ്റെ സൊല്യൂഷൻ ZnSO4 ആണ്, അല്ലെ? സിങ്ക് സൾഫേറ്റ് ആണ് നമുക്കറിയാം. അപ്പോൾ ഈ സിങ്കിന് എപ്പോഴും ഇലക്ട്രോണ് നഷ്ടമാവും. അപ്പോൾ സിങ്ക് എന്താക്കും? സിങ്ക് ആ ഇലക്ട്രോണിനെ ഈ ദണ്ടിൻ്റെ അവിടെ നിക്ഷേപിക്കും, ഡെപ്പോസിറ്റ് ചെയ്യും. എന്നിട്ട് അതെങ്ങോട്ടേക്ക് വരും? ഈ ലായനിയിലേക്ക്, സൊല്യൂഷനക്ക് ഇറങ്ങും. അപ്പോൾ ഇറങ്ങുമ്പോൾ അവിടെ എന്തായി മാറും? 2 ഇലക്ട്രോൺ നഷ്ടമാവുന്നത് കൊണ്ട് Zn2+ അയോണായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള ഇലക്ട്രോൺ എന്താവും? പിന്നെ ഇതിന് ഇലക്ട്രോണ് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് ഇതിലൂടെ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ ഇവിടെ എന്തായിരിക്കും ഉണ്ടാവുക? ഇത് ഈ കോപ്പർ സൾഫേറ്റ് ബ്ലൂ കളറാണ് നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞു. അപ്പോൾ അതിലുള്ള ഏത് അയോണിൻ്റെ പ്രസൻസ് ആണ് ആ കളറിന് ബ്ലൂ കളർ കൊടുക്കുന്നത്? Cu2+ അയോണിൻ്റെ പ്രസൻസ് ആണ് അതിന് ബ്ലൂ കളർ കൊടുക്കുന്നത്. അപ്പോൾ എന്താക്കും? ഇവിടെ ഈ ഇലക്ട്രോൺ, ഇവിടുന്ന് വരുന്ന ഇലക്ട്രോണിന് അത് ലായനിയിലേക്ക് സൊല്യൂഷനൊക്കെ ഇറങ്ങിയിട്ട് ഇവിടെയുള്ള Cu2+ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അതിൽ 2 ഇലക്ട്രോൺ കുറവാണ്. അതെന്താക്കും? ആ 2 ഇലക്ട്രോണിനെ സ്വീകരിക്കും. എന്നിട്ടത് Cu, അതായത് കോപ്പർ ആറ്റമായിട്ട് ആ ദണ്ടിൽ നിക്ഷേപിക്കപ്പെടും. ഓക്കെ, അപ്പോൾ ഇവിടെ നടക്കുന്ന പ്രവർത്തനം വളരെ ശ്രദ്ധിക്കണം. ഇവിടെ സിങ്കിന് 2 ഇലക്ട്രോൺ നഷ്ടമാവും. അത് ഈ ദണ്ടിൽ, അതായത് ഈ റോഡുമേൽ, അത് ഇൻറ്റു ദ റോഡാണ്. അത് സിങ്ക് 2+ അയോണായിട്ട് ഈ സൊല്യൂഷനൊക്കെ ഇറങ്ങും. ഇവിടെ ഇതിലൂടെ വരുന്ന ഇലക്ട്രോൺസിനെ ലൈനിലേക്ക് സൊല്യൂഷനൊക്കെ ഇറങ്ങിയിട്ട് അത് Cu2+ ഗെയിൻ ചെയ്യും. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ലോസ്. അപ്പോൾ എവിടെ ആയിരിക്കും ഓക്സിഡേഷൻ നടക്കുക? ഏത് ഇലക്ട്രോഡിലാണ്? ഇവിടെ. അപ്പോൾ ആനോഡിൽ ഇവിടെ ഇങ്ങനെ മൈനസ് ആണ്, അതായത് ഇലക്ട്രോണിൻ്റെ ചാർജ് മൈനസ് ആണല്ലോ. അപ്പോൾ ഈ സിങ്ക് റോഡുമേൽ മൈനസ് ചാർജ് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് നമ്മളിവിടെ ആനോഡിന് മൈനസ് എടുക്കുന്നത്. പക്ഷേ ഇവിടെ ഈ ഇലക്ട്രോൺ ഈ റോഡിൽ നിന്ന് താഴേക്ക് ഈ സൊല്യൂഷനൊക്കെ ഇറങ്ങുക ചെയ്യുന്നത്. അത് Cu2+ ആയിട്ട് കൂടിച്ചേരാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ റോഡ്, ഈ കോപ്പർ റോഡ് എന്തായിട്ട് മാറും? അതിന് കൂടുതൽ പോസിറ്റീവ് ചാർജാണ് അതിന് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ നടക്കുന്നത് ഓക്സിഡേഷനാണ്, ഓക്സീകരണമാണ്. ഇവിടെ നടക്കുന്നത് നിരോക്സീകരണമാണ്. അപ്പോൾ നിങ്ങൾ ഈ ഗാൽവനിക് സെല്ല് നിർമ്മിക്കുമ്പം, അതിൻ്റെ അറേഞ്ച്മെൻറ്റ് ചെയ്യുമ്പം എപ്പോഴും ലെഫ്റ്റ് സൈഡിലുള്ളത് എന്താക്കുക? ആനോഡുമായിട്ട് കണക്ട് ചെയ്യുക. അതായത് ഈ ആനോഡായിട്ട് കണക്ട് ചെയ്യുന്നതിലുള്ള ലോഹം എന്ന് പറയുന്നത് മെറ്റൽ എങ്ങനെയായിരിക്കണം? റിയാക്ടിവിറ്റി സീരീസിൽ മുകളിലുള്ളതായിരിക്കണം. എന്നാൽ പിന്നെ നിങ്ങൾക്ക് തെറ്റൂല. ഓക്കെ, എപ്പോഴും ഓക്സിഡേഷൻ നടക്കുക ആനോഡിലും, റിഡക്ഷൻ നടക്കുക കാത്തോഡിലുമാണ്. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതാൻ പറ്റും? Zn ഞാൻ പറഞ്ഞു ആദ്യം 0 ആയിരിക്കും ഉണ്ടാവുക, ന്യൂട്രൽ ആണെന്ന് പറഞ്ഞു. അതിന് 2 ഇലക്ട്രോൺ നഷ്ടമാവും, ഇൻറ്റു ദ റോഡാണ്, അല്ലേ? നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കണ്ടാൽ മനസ്സിലാവും. Zn2+ 2 ഇലക്ട്രോൺ ആയി മാറി. അപ്പോൾ ഇവിടെ Cu2+ ആണ് ഓൾറെഡി ഉള്ളത്. അത് ഇവിടെ നിന്നുള്ള 2 ഇലക്ട്രോണിനെ എന്താക്കും? റിസീവ് ചെയ്യും. അങ്ങനെ അത് Cu ആറ്റമായിട്ട് മാറും, മെറ്റലായിട്ട് മാറും. അതുകൊണ്ട് ഇതിൻ്റെ കണ്ട ഇവിടെ ന്യൂട്രലായി മാറി. ഇതിനർത്ഥം ഇവിടെ ഇപ്പോൾ 2 ഇലക്ട്രോൺ കുറവാണ്. അപ്പം പോസിറ്റീവ് ചാർജ് ഇവിടെ എക്സസ് ആണ് 2 എന്നാണ് അർത്ഥം, പ്രോട്ടോണിൻ്റെ എണ്ണം. അപ്പോൾ 2 എണ്ണത്തിന് കിട്ടുമ്പോൾ എന്താവും? ന്യൂട്രൽ ആവൂലേ? തുല്യ എണ്ണം പ്രോട്ടോണും തുല്യ എണ്ണം ഇലക്ട്രോണുമായി മാറും. ഓക്കെ, ഇനി നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാവില്ല. ഇലക്ട്രോൺ ഇവിടെ നിന്ന് ഇവിടേക്ക് പോലെ അത് കറണ്ട് കിട്ടൂല. കാരണം എന്താ? ഇവിടെ നമുക്കറിയാം SO4 ഉണ്ട്. ഇവിടെ ഈ സൊല്യൂഷനിൽ SO4 ഉണ്ട്, അല്ലേ? അപ്പോൾ Zn2+ ഇതിലേക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞു. അങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇവിടെ ഇറങ്ങി ഇലക്ട്രോൺ ഈ റോഡുമേൽ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് വരുമ്പം ഇവിടെ പോസിറ്റീവ് ചാർജ് എന്താവും? കൂടുതലായിട്ട് വരാൻ തുടങ്ങും. അങ്ങനെ നെഗറ്റീവ് ചാർജ് ഇങ്ങനെ കൂടി വരും. അപ്പോൾ ഇതിൻ്റെ ന്യൂട്രാലിറ്റി എന്താവും? ശരിയാവില്ല. അതിനാണ് നമ്മൾ എന്ത് ഘടിപ്പിക്കുന്നത്? സോൾട്ട് ബ്രിഡ്ജ് നമ്മൾ അവിടെ കൊടുക്കുന്നത്.
ഓക്കെ, അതിനാണ് സോൾട്ട് ബ്രിഡ്ജ്. അപ്പോൾ ഈ സോൾട്ട് ബ്രിഡ്ജിൻ്റെ ധർമ്മം ചോദിക്കാറുണ്ട്. സോൾട്ട് ബ്രിഡ്ജ് എന്തിനാന്ന് വെച്ചാൽ ഈ തുടർച്ചയായിട്ട് അവിടെ കറണ്ട് കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ സോൾട്ട് ബ്രിഡ്ജ് ഇവിടെ വെക്കുന്നത്. അത് ഫിൽറ്റർ പേപ്പർ കൊണ്ടൊക്കെ അതിൽ KCl ഒക്കെ മുക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറും, രാസോർജം വൈദ്യുതോർജ്ജമായിട്ട് മാറും. ആനോഡ് നെഗറ്റീവായിരിക്കും, കാത്തോഡ് പോസിറ്റീവുമായിരിക്കും. ഓക്കെ, ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ നഷ്ടമാവുന്ന പ്രവർത്തനം, റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന പ്രവർത്തനം. അപ്പോൾ നഷ്ടമാകുമ്പോൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ആദ്യം ഇത് ഇവിടെ സിങ്ക്, ഞാൻ പറഞ്ഞു സിങ്ക് ഇലക്ട്രോണിനെ ഈ റോഡുമേൽ ഇടും, എന്നിട്ട് ഈ ലൈനിലേക്ക് സൊല്യൂഷൻക്ക് Zn2+ ആയിട്ട് മാറും, ഇറങ്ങും. അതുപോലെ ഈ വരുന്ന ഇലക്ട്രോൺ എന്താവും, ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ലൈനിലേക്ക് സാൾട്ട് ബ്രിഡ്ജ് ഞാൻ പറഞ്ഞു. സാൾട്ട് ബ്രിഡ്ജ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? അവിടെ തുടർച്ചയായിട്ട് കറണ്ടിൻ്റെ ഫ്ലോ ഉണ്ടാകാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇലക്ട്രോണിന് പ്രവഹിക്കുന്നത് എപ്പോഴും ഈ ഇലക്ട്രോൺ കൂടിയെന്ന് കുറഞ്ഞേക്കാണ്. അതായത് സിങ്കിനാണ് ഇലക്ട്രോൺ നഷ്ടമാവാനുള്ള ചാൻസ് കൂടുതൽ. അപ്പോൾ എപ്പോഴും ഇതിലാണ് കൂടുതലുണ്ടാവുക, അതെങ്ങോട്ട് മാറും, കാത്തോഡിലേക്ക് പോകും. പക്ഷേ ഇവിടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ നേരെ വിപരീതമാണ് കേട്ടോ ഉണ്ടാവുക. അതായത് എന്തായിരിക്കും, ഇലക്ട്രോണിൻ്റെ ഡയറക്ഷന് വിപരീതമായിട്ട്. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും, ഇലക്ട്രോണിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഓക്കെ, ഇത് രണ്ടും കൂട്ടിയിട്ട് നമ്മൾ എഴുതുമ്പോൾ ഞാൻ പറഞ്ഞു Zn + Cu2+ gives Zn2++ Cu0. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു ചോദ്യം വന്നാൽ നിങ്ങൾ എങ്ങനെ ചെയ്യും? ഇതിൽ നിങ്ങളോട് ഇതിപ്പോൾ ഞാൻ ഡയറക്ഷൻ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കൂ, കോപ്പർ ഇവിടെയാണ് എടുത്തത്, Zn ഇവിടെ എടുത്തത്. നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കും ഇവിടെ ഇലക്ട്രോൺ ഇവിടെ നിന്ന് എങ്ങോട്ടാണെന്ന്. ഓക്കെ, അപ്പോൾ ആരും ഇവിടെ കൊണ്ടുപോയിട്ട് ഓക്സിഡേഷൻ പറയരുത്. ആദ്യം ചെയ്യേണ്ടത് എന്താണ്, അവിടെയുള്ള മെറ്റൽ ഏതാന്ന് നോക്കുക. ഇവിടെ സിങ്കാണ് റിയാക്ടിവിറ്റി സീരീസിന് മുകളിലുള്ളത്. അപ്പോൾ എപ്പോഴും സിങ്കിൽ നിന്ന് എങ്ങോട്ടേക്കേ പോവുള്ളൂ, കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് ഇലക്ട്രോൺ പ്രവഹിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ എന്താക്കണം, ഇതായിരിക്കും ആനോഡ് നെഗറ്റീവ് അല്ലേ. ആനോഡ് നെഗറ്റീവ് എന്ന് ഞാൻ പറഞ്ഞു, കാത്തോഡ് പോസിറ്റീവും കോപ്പറുമായിട്ട്. പക്ഷേ ഇവിടെ നടക്കുന്ന റിയാക്ഷനൊക്കെ അങ്ങനെ തന്നെയാണ്. സിങ്കിൽ നിന്ന് 2 ഇലക്ട്രോൺ നഷ്ടമാവും. ഇവിടെ ആ നഷ്ടമാവുന്നതിന് കോപ്പർ Cu2+ അയോൺ എന്താക്കും, റിസീവ് ചെയ്തിട്ട് Cu അയോണായിട്ട് മാറും. അപ്പോൾ ഇവിടെ ഡയറക്ഷൻ നോക്കൂ, ഇലക്ട്രോണിൻ്റെ ഡയറക്ഷൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെയാണ്. പക്ഷേ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് കറണ്ട് എങ്ങനെ ഉണ്ടാവുക, നമ്മൾ പണ്ടേ പഠിച്ചതാണ്, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കായിരിക്കും ഉണ്ടാവുക. ക്ലിയർ? ലെറ്റസ് എസ്എസ്സിലെ 3ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, യു ആർ ഗിവൺ എ സൊല്യൂഷൻ ഓഫ് AgNO3, അതായത് സിൽവർ നൈട്രേറ്റ് ആണ്, എ സൊല്യൂഷൻ ഓഫ് മഗ്നീഷ്യം സൾഫേറ്റ് MgSO4. 2 സൊല്യൂഷൻ തന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ Ag റോഡും Mg റിബണും, അതായത് സിൽവറിൻ്റെ ഒരു ദണ്ടും തന്നിട്ടുണ്ട്, മഗ്നീഷ്യം റിബണും തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു ഗാൽവനിക് സെല്ല് അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർക്കുക. എളുപ്പമാണ്. ഏതൊക്കെയാണ് സൊല്യൂഷൻ എന്ന് ആദ്യം നോക്കുക. ഓക്കെ, ഇവിടെ സൊല്യൂഷന് നമുക്കറിയാം എന്തൊക്കെയാണ് നോക്കുക. AgNO3 ആണ് സൊല്യൂഷൻ എങ്കിൽ എന്തായാലും അതിൻ്റെ ഇലക്ട്രോഡ് ഒന്ന് എന്താ വരിക, Ag ആണ് വരിക, സിൽവറാണ് വരിക. അതുപോലെ മഗ്നീഷ്യം സൾഫേറ്റ് ആണ് ഇവിടെ ഒന്ന് തന്നത്. അപ്പോൾ അതിൻ്റെ റോഡ് തന്നെ വേണം ഇലക്ട്രോഡായിട്ട്. അപ്പോൾ ഇലക്ട്രോലൈറ്റുകൾ തന്നിട്ടുണ്ട്. ഇലക്ട്രോഡായിട്ട് MgSO4 ആകുമ്പോൾ എന്താണ്, Mg തന്നെ വേണം. അപ്പോൾ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് 2 ബീക്കർ, സെപ്പറേറ്റ് ബീക്കർ. X+ എന്നതിൻ്റെ അയോണായിട്ടാണ് ഇലക്ട്രോലൈറ്റുകളിൽ പോസിറ്റീവ് നെഗറ്റീവ് അയോണാണല്ലോ ഉണ്ടാവുക. ഇപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് Mg ആണോ അതോ Ag ആണോ റിയാക്ടിവിറ്റി സീരീസിൽ മുകളിൽ എന്ന് നോക്കുക. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം റിയാക്ടിവിറ്റി സീരീസിൽ Mg ഈസ് ഗ്രേറ്റർ ദാൻ Ag. സിൽവറിനേക്കാളും മുകളിലാണ് Mg. അപ്പോൾ എപ്പോഴും ഇലക്ട്രോൺ നഷ്ടമാവുകാർക്കാണ് Mgക്കാണ്. അപ്പോൾ ഇത് എന്താക്കുക, ആനോഡാക്കി നമുക്ക് നിർത്താൻ പറ്റും. അപ്പോൾ അത് ആനോഡാണെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ എന്തായി, MgSO4. നമ്മൾ ആദ്യം 2 സൊല്യൂഷൻ എടുത്തു, MgSO4 കൊടുത്തു, AgNO3 കൊടുത്തു. ഈ MgSO4ൽ Mg2+ അയോണാണ്, SO4ൽ 2- സൾഫേറ്റുകൾ തന്നെ 2- വരുള്ളൂ. അതുപോലെ സിൽവറിൻ്റെ എപ്പോഴും +1 വരുള്ളൂ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, NO3-. ഇനി നമ്മൾ പറഞ്ഞു ഏതൊക്കെ എടുക്കണം, ആനോഡായിട്ട് Mg എടുക്കണം, കാത്തോഡായിട്ട് Ag എടുക്കണം. എങ്ങനെയാണ് ലോൺ എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ,
ഇനി അവിടെ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ റിഡോക്സ് റിയാക്ഷൻ എന്നറിയാം. റിഡോക്സ് റിയാക്ഷനിൽ ആനോഡും കാത്തോഡിലും ഏതൊക്കെയാണ് നടക്കുന്നതെന്ന് എഴുതാനാണ് ഇവിടെ ചോദ്യം. ഓക്കെ, അപ്പോൾ ആനോഡ് നമുക്കറിയാം നെഗറ്റീവാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ജിറാഫിന് ആനയോഡ് എന്താണ്, ജിറാഫ് എന്ന് പറയുന്നത് ഗാൽവനിക് സെല്ലിൽ ആനയോഡ് എന്താണ് നെഗറ്റീവാണ്. അപ്പോൾ നെഗറ്റീവ്, ആനോഡ് നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എന്താണ്, എം ജിയിൽ നടക്കുക. ഞാൻ പറഞ്ഞു ഈ ഒരു ലെഫ്റ്റ് സൈഡിലുള്ളതിൽ ഒരു ഹാഫ് റിയാക്ഷൻ നടക്കും, ഇവിടെ റിഡക്ഷൻ നടക്കും. എപ്പോഴും ആനോഡിൽ നടക്കുന്നത് ഓക്സിഡേഷൻ, അനോക്സ്. റെഡ് ക്യാറ്റ്, കാത്തോഡിൽ നടക്കുന്നതോ റിഡക്ഷൻ, നിരോക്സീകരണമാണ്. അപ്പോൾ എപ്പോഴും എം ജിന്ന് ഇലക്ട്രോൺ എങ്ങോട്ടാണ് പോവുക, റൈറ്റിലുള്ള കാത്തോഡിലേക്കാണ് പോവുക. ഓക്കെ, എപ്പോഴും എം ജി ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതാം, നമുക്ക് ഓക്സിഡേഷൻ റിയാക്ഷൻ എഴുതാൻ പറഞ്ഞാൽ എങ്ങനെയാണ് എഴുതേണ്ടത്, എം ജി ഗീവ്സ് എത്ര ഇലക്ട്രോണാണ്, അതിൽ നമുക്കറിയാം 2, 8, 2 ആണ് അറ്റോമിക് നമ്പർ. അപ്പോൾ 2 ഇലക്ട്രോണിനെ കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ എം ജി 2+, 2 ഇലക്ട്രോൺ, അതായത് 2 ഇലക്ട്രോൺ നഷ്ടമായി എന്നാണ് അർത്ഥം. ഓക്കെ, ഇനി അപ്പോൾ അടുത്തത് എങ്ങനെ ആയിരിക്കും, എ ജിൻ്റെ കേസിൽ വരിക. അപ്പോൾ കാത്തോഡിൽ നടക്കുന്നത് എന്തായിരിക്കും, എ ജി. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇവിടെ എക്സ് എന്ന് പറയുന്നത് മഗ്നീഷ്യം ആണ്. ഇവിടെയുള്ള ലായനിക്ക് എന്താവും, ഈ സൊല്യൂഷനിൽ എം ജി 2 ഇലക്ട്രോണെ നഷ്ടപ്പെടുത്തും, എന്നിട്ട് അത് സൊല്യൂഷനിലേക്ക് ഇറങ്ങും, എം ജി 2+ ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ ആ ഇലക്ട്രോൺ ഉണ്ടാവും. ആ ഇലക്ട്രോണാണ് ഇങ്ങോട്ടേക്ക് പോകുന്നത്, ഈ അമീറ്റർ കൂടെ കടന്നു പോയി ഈ വയറിലൂടെ കാത്തോഡിലെത്തും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഇലക്ട്രോൺ കുറേ ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഈ ആനോഡിന് നെഗറ്റീവ് കിട്ടുന്നത്. ഇതിവിടെ പോയി ഈ ഇലക്ട്രോൺ ഇവിടെ നിന്ന് ഇങ്ങനെ നഷ്ടമായി ലായനിയിലേക്ക് സൊല്യൂഷനിലേക്ക് ഇറങ്ങുന്നത് കൊണ്ടാണ് ഇവിടെ പോസിറ്റീവ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ Ag+ ആണുള്ളത്, NO3- ആണുള്ളത്. അപ്പോൾ Ag+ൽ പ്ലസ് എന്ന് കണ്ടാൽ അതിന് അർത്ഥം അതിലൊരു ഇലക്ട്രോൺ കുറവാണെന്നാണ്. അപ്പോൾ ഒരു Ag+ന് ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കേണ്ടി വരും. അങ്ങനെ ഒന്നിനെ സ്വീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ ന്യൂട്രൽ ആവൂലേ അല്ലേ. Ag+ എന്ന് പറഞ്ഞാൽ അതിൽ ഒരു പ്രോട്ടോൺ കൂടുതലാണ്. അപ്പോൾ ഒരു ഇലക്ട്രോൺ അതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും എത്രയായി, ന്യൂട്രലായി. Ag 0 ആയിട്ട് മാറും. ഇവിടെ Ag ആറ്റമായിട്ട് ഇവിടെ മാറും. ഓക്കെ, ഇതിപ്പോൾ ഒന്നിൻ്റെ കേസാണ്. ഓക്കെ, ഇനി ഇവിടെ ഇതുപോലെ ഒരുപാടുണ്ടാവും. ഇവിടുന്ന് ഇലക്ട്രോൺ ഇങ്ങനെ വരും, അതിങ്ങനെ ലായനിയിലേക്ക് സൊല്യൂഷനിലേക്ക് ഇങ്ങനെ ഇറങ്ങും. അവിടെയുള്ള Ag+ ഇങ്ങനെ ഇതിനെങ്ങനെ സ്വീകരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ സ്വീകരിക്കുന്ന സമയത്ത് എന്താ ചെയ്യുക, എപ്പോഴും റിഡക്ഷൻ, ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ആണ്. ആരാ സ്വീകരിക്കുന്നത്, സിൽവർ ആണ് സ്വീകരിക്കുന്നത്. അപ്പോൾ കാത്തോഡിൽ എന്താണ്, റിഡക്ഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞു അനോക്സ്, റെഡ് ക്യാറ്റ്. ഇനി ഒരിക്കലും ആരും അത് മറക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇനി ഇത് ഞാൻ പറഞ്ഞത് ആനോഡിൽ നടക്കുന്നതിനാണ് ഈ ലോൺ എന്ന് പറഞ്ഞത് കേട്ടോ. ലോസ് എന്തിൻ്റെ, ഇലക്ട്രോൺ നഷ്ടമാവും, ഓക്സിഡേഷൻ. എവിടെയാണ്, ആനോഡിലാണ്. ആനോഡിൻ്റെ ചാർജ് നെഗറ്റീവ്. അപ്പോൾ ഇവിടെ നോക്കൂ, 2 Ag ആണുള്ളത് അല്ലേ. അപ്പോൾ 2 Ag+ ആണെങ്കിൽ ആരും പോയിട്ട് ഇവിടെ 2 ഇടാൻ പോകരുത്. കാരണം സിൽവറിന് എപ്പോഴും ഒരു ഇലക്ട്രോൺ നഷ്ടമാവാനേ പറ്റുള്ളൂ. അതിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോണിൻ്റെ ആണ് നഷ്ടമാവുക ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ ഈ 2 ആറ്റം എന്നുള്ളത് നമ്മൾ എവിടെ എഴുതുക, 2 ഇവിടെ അല്ലേ ഇടുക. ഇനി തെറ്റിക്കരുത്, ഇവിടെ 2 ഇടരുത്. 2 Ag++ എത്ര സ്വീകരിക്കണം, 2 ആകുമ്പോൾ 2 ഇലക്ട്രോൺ. ഓക്കെ, അപ്പോൾ അതെന്തായിട്ട് മാറും, 2 Ag. അതായത് ഇത് എന്താക്കും, Ag അതായത് സിൽവർ ആയിട്ട് ഇതിൻ്റെ അവിടെ ഇങ്ങനെ ഡിപ്പോസിറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഓക്സിഡേഷനും റിഡക്ഷനും നമുക്ക് പറഞ്ഞു, ഒന്നെങ്കിൽ ഇലക്ട്രോൺ നഷ്ടമാവുന്നത് ഓക്സിഡേഷൻ, ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്നത് നിരോക്സീകരണം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ മറ്റൊരു മെത്തേഡും കൂടി പറഞ്ഞു. എന്ത് നോക്കിയാൽ മതി, ഇവിടെ ഓക്സിഡേഷൻ നമ്പർ നോക്കുക. ഇവിടെ നോക്കുക, ഇവിടെ 0 ആണുള്ളത് അല്ലേ. ഈ 0 എന്നുള്ളതിൽ നിന്ന് എന്തായിട്ട് മാറി, ഇവിടെ 2+ ആയിട്ട് കൂടി അല്ലേ. കൂടുകയാണെങ്കിൽ ദാറ്റ് ഇസ് ഓക്സിഡേഷൻ. നിങ്ങൾക്ക് ഇത് അറിയില്ല എന്നുണ്ടെങ്കിൽ, പ്രയാസകരമാണെങ്കിൽ ഇത് ആലോചിച്ചാൽ മതി. കൂടുന്നത് ഓക്സിഡേഷൻ നമ്പർ കൂടുന്നത് എന്താണ്, ഓക്സിഡേഷനും കുറയുന്നത്. ഇവിടെ നോക്കുക, +1 ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ +1 ആണുള്ളത്, അത് 0 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ ഇവിടെ എന്തായി, അതാണ് റിഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ കൂടുകയാണെങ്കിൽ ഓക്സീകരണവും, ഓക്സിഡേഷൻ നമ്പർ കുറയുകയാണെങ്കിൽ റിഡക്ഷനും ആയിരിക്കും. അപ്പോൾ ഏതൊരു ആറ്റും തുടക്കത്തിൽ എന്തായിരിക്കും, ന്യൂട്രൽ ആയിരിക്കും അതിൻ്റെ ചാർജ് ഉണ്ടാവുക.
അപ്പോൾ ഇവിടെ നോക്കുക Ag++1 ഇലക്ട്രോൺ ഗീവ്സ് Ag+. ഇത് എഴുതിയാലും ശരിയാണ്, പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടും. ഇനി 2 ആറ്റം വെച്ചിട്ട് എഴുതുമ്പം എങ്ങനെ എഴുതുക? 2 ഇവിടെ ഇടാം. 2Ag++ 2 ഇലക്ട്രോൺ 2Ag 0 ആയി. അപ്പോൾ നോക്ക് +1 0 ആയിട്ട് ഡിക്രീസ് ചെയ്തു. സോ എന്താണ്? റിഡക്ഷൻ നടന്നു. ഓക്കെ, ഗാൽവനിക് സെല്ലിൻ്റെ കിട്ടിയാൽ ആദ്യം 2 ബീക്കർ എടുക്കുക, സാൾട്ട് ബ്രിഡ്ജ് വരക്കുക. ഇപ്പോൾ ഇവിടെ ഇലക്ട്രോൺ എങ്ങോട്ടാണ് പോകുന്നത്? എപ്പോഴും ക്രിയാശീല കൂടിയെന്ന് കുറഞ്ഞിക്കാൻ പോവുള്ളൂ. ഓക്കെ.